പുനലൂർ സെന്റ് തോമസ് ആശുപത്രിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ റെഡ് ക്രോസ് ദിനാചരണം സംഘടിപ്പിച്ചു. ഞാൻ സന്തോഷത്തോടെ നൽകുന്നു, ഞാൻ നൽകുന്ന സന്തോഷം ഒരു പ്രതിഫലമാണ്. ഇതാണ് 2024 ലോക റെഡ് ക്രോസ് ദിനാചരണത്തിൻ്റെ സന്ദേശം. എല്ലാ വർഷവും മെയ് 8 റെഡ് ക്രോസ് ദിനാചരണം സംഘടിപ്പിക്കുന്നത്. 1828 മെയ് 8 ജനീവയിൽ ജനിച്ച ഹെൻറി ഡുനാൻറ്റിൻ്റെ സ്മരണാർത്ഥമാണ് എല്ലാ വർഷവും റെഡ് ക്രോസ് ദിനാചരണം സംഘടിപ്പിക്കുന്നത്. ഡോക്ടർ KT തോമസ് ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. അതൊരു വ്യത്യാസമില്ലാതെ അദ്ദേഹം ഭാര്യയെടുത്ത് തുളയിലിട്ടുകൊണ്ട് അദ്ദേഹം ബാൻഡേഡൊക്കെ ചെയ്ത്, അപ്പോൾ അദ്ദേഹത്തിനോടൊപ്പം ഈ നല്ല സൽപ്രവൃത്തി ചെയ്യുന്നത് കണ്ടിട്ട് അനവധി ആൾക്കാർ കൂടെ വന്നു. അങ്ങനെ ഹെൻറി ഡുനാൻറ്റ് എന്ന വലിയ ശതകോടീശ്വരനായ അദ്ദേഹം ഇതിൻ്റെ ഈ സൽപ്രവൃത്തി കണ്ടുകൊണ്ട് അദ്ദേഹത്തോടൊപ്പം ഒത്തിരി പേർ അന്നുണ്ട്. ജനീവയിൽ വെച്ചാണ് നടക്കുന്നത്. അദ്ദേഹത്തോടൊപ്പം ചേർന്നവരാണ് ഇന്ന് നമ്മൾ കാണുന്ന റെഡ് ക്രോസ് എന്ന പേരിൽ. അത് മുസ്ലിം രാജ്യങ്ങളിൽ അത് റെഡ് ക്രസൻറ്റും ലോക സമാധാനത്തിന് വേണ്ടി യത്നിക്കുന്ന ഒരു വിഭാഗത്തിലാണ്. അത് ശത്രുവെന്നില്ല, മിത്രമില്ല, മനുഷ്യരെല്ലാം ഒന്നാണെന്നും മനുഷ്യരാശിക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരു വലിയൊരു വ്യക്തിയാണ് ഹെൻറി ഡുനാൻറ്റ്. കാലശേഷം അദ്ദേഹത്തിൻ്റെ പേര് ലോക പ്രശസ്തമാണ്. 68 കോടി ജനങ്ങളുടെ ഒരു നേതാവാണ് ഹെൻറി ഡുനാൻറ്റ്. അദ്ദേഹത്തിൻ്റെ പേര് ലോകമെമ്പാടും ഇന്ന് അറിയുകയാണ്. ഇന്ന് ലോക സമാധാനം, എന്നേ യുദ്ധം വന്ന് ഈ രാജ്യം മുഴുവൻ കത്തിയെരിഞ്ഞു പോകേണ്ടതാണ്. ഈ റെഡ് ക്രോസ് പ്രസ്ഥാനം ഉള്ളത് കൊണ്ടാണ് അവിടെ തടഞ്ഞു നിർത്തിയിരിക്കുന്നത്. മുൻ മുനിസിപ്പൽ ചെയർപേഴ്സൺ B. സുജാത ദിനാചരണ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. സമാധാനം നിലനിർത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഈ പ്രസ്ഥാനം ചാരിറ്റബിൾ മേഖലയിലും ചാരിറ്റി പ്രവർത്തനങ്ങളിലും അതുപോലെ തന്നെ ലോകത്ത് സമാധാനം നിലനിർത്തേണ്ടത് ഏതൊക്കെ മേഖലകളിലാണോ നമ്മൾ പലപ്പോഴും ഇന്ന് നമ്മൾ കാണുന്ന ഗാസ ഉൾപ്പെടെയുള്ള മേഖലയിൽ സാധാരണ ജനങ്ങളും കൊച്ചുകുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെയുള്ള ആളുകൾ അനുഭവിക്കുന്ന ദുരിതം, ഒരുപക്ഷെ അത്തരം സാഹചര്യങ്ങൾ ആ ദുരിതം ഒരുപക്ഷെ സ്വന്തം തോളിലേറ്റുന്നതിന് തയ്യാറായ ഏറ്റവും ബഹുമാന്യനായിട്ടുള്ള ഹെൻറി ഡുനാൻറ്റിൻ്റെ നേതൃത്വത്തിൽ ആയിരക്കണക്കിന് ആളുകൾ ചേർന്നുകൊണ്ട് ലോക സമാധാനം നിലനിർത്തുന്നതിനും യുദ്ധം അവസാനിപ്പിക്കുന്നതിനും ഒക്കെ താല്പര്യം പുലർത്തിക്കൊണ്ട്, അല്ലെങ്കിൽ ഒരു ജനത അത്തരത്തിൽ ലോക സമാധാനത്തിന് വേണ്ടി പ്രവർത്തിക്കണം എന്നുള്ള ആഗ്രഹത്തോടുകൂടി രൂപീകരിച്ചിട്ടുള്ള പ്രസ്ഥാനമാണ് യഥാർത്ഥത്തിൽ ഈ ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി എന്ന് പറയുന്നത്. അവിടെ നമ്മൾ സാധാരണ നമ്മളുടെ ഒരു ഗ്രാമപ്രദേശത്തോ അല്ലെങ്കിൽ നമ്മുടെ ഒരു ലോക്കൽ മേഖലയിലൊക്കെ തന്നെ എന്തെങ്കിലും ഒരു നമുക്ക് തരണം ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ, ഇപ്പോൾ നമ്മൾ പ്രളയം ഉണ്ടായാലോ കോവിഡ് ഉണ്ടായാലോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിപ്പ വരുമ്പോഴോ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ തരണം ചെയ്യുന്നതിന് നമ്മളൊരു RRT രൂപീകരിക്കുക എന്നുള്ളതാണ് പരമാവധി നമ്മളുടെ ഇടയിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന പ്രവർത്തനങ്ങളിലൊന്ന്. ഒരു റാപ്പിഡ് റെസ്പോൺസ് ടീമിനെ രൂപീകരിച്ചുകൊണ്ട് പ്രവർത്തനങ്ങളെ അതിവേഗം ഏകോപിപ്പിക്കുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തുമ്പോൾ റെഡ് ക്രോസ് സൊസൈറ്റി ചെയ്യുന്നത് ലോകത്താകമാനം സമാധാനം നിലനിർത്തുന്നതിന് ഏത് മേഖലകളിലൊക്കെ ഏതൊക്കെ തരത്തിൽ ചാരിറ്റബിൾ മേഖലയിലാണെങ്കിലും വിദ്യാഭ്യാസ മേഖലയിലാണെങ്കിലും അതുപോലെ തന്നെ യുദ്ധം അവസാനിപ്പിക്കുന്നതിനാണെങ്കിലും യുദ്ധമേഖലകളിലാണെങ്കിൽ പോലും ഒരുപക്ഷെ കടന്നു ചെല്ലാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു റെസ്പോൺസ് ടീം പ്രവർത്തിക്കുന്നത് എല്ലാ മേഖലയിലും റെഡ് ക്രോസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ തന്നെയാണ്. റെഡ് ക്രോസ് ദിനമായി ആചരിക്കുന്നതിൻ്റെ കാരണം ഡോക്ടർ പറയുകയുണ്ടായി. ഇതിൻ്റെ സ്ഥാപകനായ ഹെൻറി ഡുനാൻറ്റിൻ്റെ ജന്മദിനം കൂടിയാണ്. വളരെ ദീർഘകാലമായി പുനലൂരിലെ റെഡ് ക്രോസ് എന്ന് പറയുമ്പോൾ ഓർമ്മിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർ KT തോമസിനെയാണ്. അദ്ദേഹം അതിൻ്റെ ജില്ലാ തെരഞ്ഞെടുപ്പിനൊക്കെ ഞങ്ങൾ ഒരുപാട് പേരെ ഇവിടുന്ന് കൊണ്ടുപോയി അവിടെ ഞങ്ങൾ ഇലക്ഷനൊക്കെ പോയിട്ടുണ്ട്. അതിൻ്റെ പ്രവർത്തനത്തിലൊക്കെ നേരത്തെ പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇവിടെ ഈ സമ്മേളനം നടക്കുമ്പോൾ കൊല്ലത്തെ സമ്മേളനം കഴിഞ്ഞാണ് അദ്ദേഹം അവിടെ എത്തിയത്. അദ്ദേഹത്തിന് അവിടുന്ന് ഒരു അവാർഡ് കിട്ടി. അത്
അപ്രീസിയേഷൻ അവാർഡ് എന്ന അവാർഡാണ് കിട്ടിയത്. അതിന് തികച്ചും നമ്മുടെ ഡോക്ടർ അർഹനാണ്. റെഡ് ക്രോസിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ പറ്റിയും അത് സ്ഥാപിതമായ സാഹചര്യത്തെ പറ്റിയും ഡോക്ടർ പറയുകയുണ്ടായി. യുദ്ധം അതുപോലുള്ള ബുദ്ധിമുട്ടുകൾ അല്ലെ പ്രതിക്ഷോഭം ഇങ്ങനെയുള്ള സമയങ്ങളെല്ലാം റെഡ് ക്രോസാണ് മുൻപിട്ടിറങ്ങുന്നത്, സഹായ സൗകര്യങ്ങൾ ചെയ്യുന്നത്. യുദ്ധമുള്ള നമ്മൾ ഗാസയിൽ റെഡ് ക്രോസ് റെഡ് ക്രസൻ്റ് എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ സഹായങ്ങൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സംഘടനയെ പിന്നെ യുദ്ധക്കെടുതികളിൽ നിന്നും യുദ്ധം ചെയ്യുന്നവർ ഒഴിവാക്കി കൊടുക്കുക. കാരണം ഏറ്റവും ജീവകാരുണ്യപരമായ മറ്റൊരു സംഘടനയ്ക്കും യുദ്ധഭൂമിയിലേക്ക് കടന്നു ചെല്ലാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ അത്ര ഒരു മഹത്തരമായ ഒരു പ്രസ്ഥാനമാണ് റെഡ് ക്രോസ് സൊസൈറ്റി. അതിന് ഇന്ത്യയുടെ ഭാഗമായി നിൽക്കുന്ന ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റിയുടെ ദിനാചരണത്തിന് എല്ലാവിധമായ ഭാഗങ്ങളും നേർന്നുകൊണ്ട് ചടങ്ങിൽ അഡ്വക്കേറ്റ് ഷാജി, ഡോക്ടർ രഞ്ജിത്ത് തോമസ്, ഹരികുമാർ, ഷിജു മാത്യു, പ്രീത, ലിൻസി, റോയി, സാലി, ഡോക്ടർ സീന, ഹരീന്ദ്രബാബു എന്നിവർ നേതൃത്വം നൽകി. ഫോക്സ് TV ന്യൂസ് ബ്യൂറോ, പുനലൂർ.